എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ജോലിയിലെ തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ജാതകത്തിലൂടെ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ജോലി വീഴ്ചകളും, അതുപോലെ ജോലി കിട്ടാൻ വൈകുന്നതിന്റെ കാരണം, അതുപോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഇന്നത്തെ ചർച്ച. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഒരു ജാതകം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജോലിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായും 10ാം ഭാവം നമ്മുടെ കരിയറാണ്. അറിയാലോ, 10ാം ഭാവം. 6ാം ഭാവം നമ്മുടെ സർവീസും ഒരു ജോബ് ഹൗസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ലൊക്കേഷൻ, ആ പ്ലേസ്, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി, ഇതൊക്കെ 6ാം ഭാവവുമാണ്. 10ഉം 6ഉം തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെയാണ് അധികം നമ്മൾ ഈ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള കാരണം. അതൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ 10ാം ഭാവം നമ്മുടെ കരിയറും 6ാം ഭാവം നമ്മുടെ ജോബ് ഹൗസ്, അതായത് സർവീസ്, അങ്ങനത്തെ കാര്യങ്ങളും, 2ഉം 11ഉം കൂടിയാണ് നമ്മുടെ ഇൻകമും അതുപോലെ സേവിങ്സും നമുക്ക് പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും എന്തായിരിക്കും നമ്മുടെ ജോലി, ആ ജോലിയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ, എന്തുകൊണ്ട് ജോലി വിട്ടുപോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു ജാതകം പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൽ ജോലി പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ജാതകത്തിൽ വന്നിരിക്കുന്നതെന്ന്. അതായത് ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ 10ൽ സൂര്യൻ നിൽക്കുന്നു, 10ാം ഭാവാധിപനായ ശനി 12ൽ നീചനായിരിക്കുന്നു. ഇത് തന്നെ അതുപോലെ തന്നെ 2ാം ഭാവാധിപനെ നോക്കിക്കഴിഞ്ഞാൽ 2ാം ഭാവാധിപൻ 11ൽ നീചനായിരിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയും കണക്ഷൻസ് ഈ ജാതകത്തിൽ വരികയും പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലിയൊക്കെ കിട്ടി. പക്ഷെ ഒരു 2 കൊല്ലത്തോളം വർക്ക് ചെയ്തതിന് ശേഷം ജോലിയിലെ പ്രഷറും കാര്യങ്ങളും എല്ലാം കാരണം ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ജോലി നിർത്തുകയാണ് ഉണ്ടായത് ഈ ജാതകത്തിൽ. അതിനുശേഷം പിന്നെ 4-5 കൊല്ലമായിട്ട് ജോലിക്കൊന്നും പോവാതെ ഇരിക്കുകയാണ്. ജോലിക്ക് പോകാനുള്ള അവസരങ്ങളും വരുന്നില്ല. ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. അപ്പൊ ഈ ജാതകത്തിൽ കംപ്ലീറ്റ് ബ്ലോക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 10ാം ഭാവാധിപനായ ശനി നീചനായി 12ൽ നിൽക്കുന്നു. അതായത് 10ാം ഭാവം നഷ്ടസ്ഥാനമായ 12മായി കണക്റ്റഡ് ആണ്. ഇത് തന്നെ ജോലിക്ക് തടസ്സങ്ങൾ വരും. പ്രത്യേകിച്ച് അതിന്റെ ദശയോ അപഹാരമോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ പരിഹാരങ്ങളൊന്നും ചെയ്യാതെ പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ജോലിക്ക് നഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മൾ ആ ജോലി നിർത്തേണ്ട അവസ്ഥ വരികയോ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയോ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ജാതകം നോക്കുമ്പോൾ 2ാം ഭാവാധിപൻ 11ൽ നീചനായിരിക്കുന്നു. അവിടെയും 2ാം ഭാവാധിപൻ 11ൽ പോകുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. ഏതൊരു നമുക്ക് ഇൻകം വരാനും പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റിയ ജാതകമാണ്. അതായത് ഈ ജോലിക്ക് കയറിയ പാട് ആൾക്ക്, ഈ ജാതകത്തിൽ പറയുന്ന ആൾക്ക് നല്ല രീതിയിലുള്ള സാലറി അല്ലാതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്രഷർ എന്ന നിലയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് പെട്ടെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ശനിയുടെ അപഹാരം ആളുടെ ദശയിൽ വന്ന സമയത്തായിരുന്നു ഈ ജോലിയിൽ തടസ്സം വന്നത്. കൂടാതെ അഷ്ടമശനി പോലെയുള്ള സഞ്ചാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ജോലി ബുദ്ധിമുട്ട് വരാൻ വളരെ കൂടുതൽ സാധ്യതയാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോഴാണ് ഇയാളുടെ ജാതകത്തിൽ ജോലിയിൽ തടസ്സമുണ്ടാവുകയും നിർത്തേണ്ട വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത് 10ാം ഭാവാധിപന് 12 ആയിട്ടുള്ള കണക്ഷൻ അതെപ്പോഴും ഒരു പ്രശ്നം തന്നെയായിരിക്കും. അതുപോലെ ഈ ജാതകത്തിൽ 4ാം ഭാവാധിപനായ സൂര്യൻ 10ൽ കുംഭരാശിയിൽ നിൽക്കുന്നു, ശനിയുടെ ക്ഷേത്രത്തിൽ. 10ന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കാരണം സൂര്യൻ നിൽക്കുന്നത് ശനിയുടെ രാശിയായ കുംഭരാശിയിലാണ്. സൂര്യനും ശനിയും വളരെ ശത്രുക്കളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അവരിയ്ക്കുന്ന രാശിയിൽ എന്നും നമുക്കൊരു സ്ഥിരത ഉണ്ടാവില്ല, പ്രോബ്ലം ആയിരിക്കും. എപ്പോഴും നമുക്ക് ആ ഭാവവും തമ്മിൽ വളരെ കടുത്ത ശത്രുത, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ജാതകത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 10ാം ഭാവത്തിന്റെ ബലക്കുറവും 10ാം ഭാവാധിപനായ ശനി നീചനായി 12ൽ പോവുകയും കൂടാതെ 2ാം ഭാവാധിപൻ 11ൽ നീചനാവുകയും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ജോലി കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അതുപോലെ തന്നെ 10ാം ഭാവാധിപൻ 6ാം ഭാവാധിപനായിട്ടുള്ള ബന്ധം, 10ാം ഭാവാധിപൻ 12ഉം 10ാം ഭാവാധിപൻ 8ഉമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ജോലിയിൽ നമുക്കെപ്പോഴും കാര്യമായ പ്രോബ്ലംസ്, എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ജോലിയിൽ തന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇതൊക്കെ മോശം രീതിയിൽ ഇരുന്നാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ജാതകത്തിലുണ്ടോ എന്ന് എപ്പോഴും നോക്കണം. അതുപോലെ തന്നെ രാഹു കേതുക്കൾ 10ൽ ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കേതു ഇരുന്നിട്ട്
കേതു 6, 8, 12 ഭാവാധിപന്റെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന 6, 8, 12 ഭാവാധിപനുമായിട്ട് ബന്ധം വരികയോ കേതുവിന് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിയിൽ അപ്രതീക്ഷിതമായ പിരിച്ചുവിടുക, കമ്പനിയിൽ ഒരുപാട് പേരെ പുറത്താക്കുന്ന സമയത്ത് അതിൽ ഭാഗ്യമില്ലാതെ നമ്മുടെ പേര് വരിക. പ്രത്യേകിച്ച് നമ്മളെ ദശാകാലവും കൂടി നോക്കണം എന്നുള്ളതാണ്. നല്ല ദശാകാലമൊക്കെയാണ് വരുന്നതെങ്കിൽ അതൊക്കെ കുറഞ്ഞ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ 10ൽ നിൽക്കുന്ന ജാതകങ്ങളിൽ രണ്ടാം ഭാവാധിപൻ 10ൽ നിൽക്കുകയും 10ാം ഭാവാധിപന് ബലക്കുറവും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ 2 നമ്മുടെ പൈസയുടെ ഭാഗം, നമ്മൾ സമ്പാദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2-10 കണക്ഷൻ ഏതെങ്കിലും രീതിയിൽ മോശമായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി പോവേണ്ട ഒരവസ്ഥ നമ്മുടെ ലൈഫിൽ വരും. പ്രത്യേകിച്ച് കണ്ടകശനി നടക്കുകയോ അഷ്ടമശനി നടക്കുകയോ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് 10ലെ കണ്ടകശനിയൊക്കെ നടക്കുന്ന സമയത്ത് ജോലിയിൽ ഒരു പ്രോബ്ലം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പോ രണ്ടാം ഭാവാധിപൻ വേഴം 10ൽ നിൽക്കുന്നത്, പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനായ വേഴം ബുധന്റെ രാശിയായ മിഥുനത്തിൽ നിൽക്കുന്ന ജാതകങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജോലിക്കുണ്ടാവുന്ന പ്രോബ്ലംസ്. അതുപോലെ 10ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ വിദേശത്ത് ജോലി പോയി അവിടുന്ന് ജോലി നഷ്ടം വരിക, ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത്, നമ്മൾ ചിലപ്പോൾ നല്ല ദശയൊക്കെ നടക്കുന്ന സമയത്ത് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ടാവും. 10-12 കണക്ഷൻ ഉള്ളവർക്ക് അവിടെ പോയതിനു ശേഷം ഈ 12ാം ഭാവത്തിന്റെയോ 12ാം ഭാവാധിപന്റെയോ 10ാം ഭാവാധിപന്റെയോ ഒക്കെ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത്, കണ്ടകശനിയോ അഷ്ടമശനിയോ കൂടെ നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ 7ര ശനിയിൽ തന്നെ ജന്മശനിയൊക്കെ നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ നഷ്ടപ്പെടുന്നത്, വിദേശത്ത് പോയിട്ട് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ജോലിയിലെ തടസ്സം നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ജോലി വൈകുന്നതിനൊരു കാരണം ശനി കേതു ബന്ധങ്ങൾ 10ൽ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ശനി 10ൽ നിൽക്കുകയും വളരെ മോശമായി നിൽക്കുകയും നീചനാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വേഴത്തിന്റെ സപ്പോർട്ടും ദൃഷ്ടിയും ഒന്നും ഇല്ലെങ്കിൽ ജോലി കിട്ടാൻ ഒരുപാട് ഡിലേ ആവും. പ്രത്യേകിച്ച് ആ ശനിയുടെ ദശയും കൂടി നടക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചു വേണം ജാതകം നോക്കി ആൾക്കാരുടെ അടുത്ത് ഫലം പറയാൻ. ദശയും അപഹാരവും മെയിൻ ആണ്. അതുപോലെ തന്നെ ഗോചരവും നോക്കണം. ഏത് ഗോചരമാണ് ട്രാൻസിറ്റ് കറക്റ്റായി നോക്കണം. ഇതൊക്കെ നോക്കിയിട്ടാണ് ഫുള്ളായിട്ട് ഫലം പറയാൻ പറ്റൂ. അപ്പൊ ഇതൊക്കെയാണ് ഫലനിർണയത്തിന് 10ലെ ഫലനിർണയത്തിന് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ മൊത്തത്തിൽ ജാതകം നിരീക്ഷിച്ചിട്ട് മാത്രം ഒരാളോട് ഫലം പറയുക. മനസ്സിലായല്ലോ? എന്നത് എനിക്ക് ഒരുപാട് കൺസൾട്ടേഷൻസ് ഇപ്പോൾ വരുന്നത്, ജോലിയിലെ കുറച്ച് കൺസൾട്ടേഷൻസ് വന്നു. വീഡിയോ ഇട്ട് തുടങ്ങിയത് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ ഒരുപാട് ഓൺലൈൻ കൺസൾട്ടേഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി 10 കൺസൾട്ടേഷൻ ആണ് എടുക്കുന്നത്, ഓൺലൈൻ കൺസൾട്ടേഷൻ. അല്ലാതെ എനിക്ക് സാധാരണ ഞാൻ മുന്നേ ചെയ്ത കൺസൾട്ടേഷൻസും എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ 10 കൺസൾട്ടേഷൻ ആണ് ഡെയിലി എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ജോലിനെ പറ്റിയിട്ടും അങ്ങനെ അതൊക്കെ ചോദിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. കൂടുതലൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജാതകം എടുത്ത് അടുത്തുള്ള ആസ്ട്രോളജേഴ്സിനെ, നല്ലൊരു ആചാര്യനെയൊക്കെ കണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് നമുക്കത് വിശദീകരിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം.